നമസ്കാരം. തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ VK ചെറിയാൻ, ഡൽഹിയിൽ നിന്നും. എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി നാട്ടിൽ നിന്നും. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നിതീഷ് കുമാറിൻ്റെ രാജ്യസഭാ പ്രവേശനമാണ്. അതുവഴി അദ്ദേഹം നിതീഷ് കുമാർ എന്ന മുഖ്യമന്ത്രി JDU-വിൻ്റെ പഴയ സോഷ്യലിസ്റ്റ് രാജിവെച്ചിട്ട് BJPക്ക് വഴിയൊരുക്കുകയാണ് അവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി. അതായത് ബീഹാറും കൂടി ഒരു സംസ്ഥാനം, ഒരു പൊളിറ്റിക്കലി വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സംസ്ഥാനം കൂടി BJPയുടെ കയ്യിൽ ഹിന്ദി ഹെഡ്ലൈനിൽ വരികയാണ്. ഇതിനെ BJPക്ക് മാത്രമല്ല ഇന്ത്യ ബ്ലോക്ക്, അതായത് BJP ഇതര പാർട്ടികൾക്കെല്ലാം വളരെ സീരിയസ് ആയി കാണേണ്ടതും, ഒരു തരത്തിൽ പറഞ്ഞാൽ ഇംപ്ലിക്കേഷൻസ് നാഷണൽ പൊളിറ്റിക്സിലും കേരള പൊളിറ്റിക്സ് വരെ വളരെ ഇംപ്ലിക്കേഷൻസ് ഉള്ള ഒരു നീക്കമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് പറയാൻ കാരണം, ഒന്ന്, BJPക്ക് ഹിന്ദി ഹെഡ്ലൈൻ്റെ ഏകദേശം പൂർണ്ണമായി വഴങ്ങുകയാണ്. ഒറീസ, ബീഹാർ, UP, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, അതായത് ഹിന്ദി പറയുന്നതും അതിന് ചുറ്റുമുള്ള എല്ലാ സംസ്ഥാനങ്ങളും അത് BJPയുടെ കയ്യിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ ബ്ലോക്കിന്റെ ഒരു സ്ഥാനം, അല്ലെ മറ്റു പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു മേലുള്ള ഒരു വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. കാരണം നിതീഷിനെ നമ്മൾ കണ്ടാണ് BJP അവരുടെ JDU-വിൻ്റെ ജൂനിയർ പാർട്ട്ണറായിരുന്നു. ഇപ്പോൾ സീനിയർ പാർട്ട്ണറായി അധികാരം പിടിച്ചെടുത്തു. നാളെ TDPക്കും അതേപോലെ സംഭവിക്കാവുന്നതാണ്. പക്ഷേ അതവിടെ നിൽക്കട്ടെ. ഇന്നത്തെ സിറ്റുവേഷനിൽ ഇന്ത്യ ബ്ലോക്കിൻ്റെ അല്ലെങ്കിൽ BJP ഇതര പാർട്ടി, ഇന്ത്യ ബ്ലോക്ക് നമ്മൾ ലൂസ്ലി പറയുന്ന പാർട്ടികൾക്കുള്ള ഒരു സന്ദേശം എന്താണ് ഇതിൽ കൂടെ BJP നൽകുന്നത്? ഇന്ത്യ ബ്ലോക്കിന് മാത്രമല്ല, എല്ലാ ദേശാഭിമാനികൾക്കും എല്ലാ ദേശസ്നേഹികൾക്കും നൽകുന്ന, നമ്മൾ ഭയപ്പെട്ടിരുന്ന, എല്ലാ ജനാധിപത്യ വിശ്വാസികളും ഭയപ്പെട്ടിരുന്ന ഒരു കാര്യം സംഭവിക്കുന്നു. ബീഹാറിൽ നിതീഷ് കുമാറിനെ RSS BJP വീഴുന്നുമെന്ന് തലയ്ക്ക് വെളിവുള്ള എല്ലാവർക്കും അറിയാമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ എനിക്കവിടെ പോകാനുള്ള അവസരം ഉണ്ടായിരുന്നു. അത് കുറച്ചുകൂടി എന്നെ ബലപ്പെടുത്തിയെന്ന് മാത്രം. പക്ഷേ RSS BJPയുടെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണാധികാരം കൈകാര്യം ചെയ്യുന്ന രീതി മനസ്സിലാക്കിയാൽ, സംസ്ഥാനതല അവരുടെ കൂട്ടുകെട്ടുകൾ മനസ്സിലാക്കിയാൽ ആർക്കും മനസ്സിലാവുന്ന ലളിതമായ കാര്യമാണ്, RSS BJPയുടേത് ധൃതരാഷ്ട്രാലിംഗനമാണെന്ന്. ധൃതരാഷ്ട്രാലിംഗനം ഏത് മലയാളിക്കും അറിയുന്നതാണ്. ഞാൻ പറയുന്നത്, കേരളത്തിൽ നിന്ന് നോക്കുമ്പോൾ ഹിന്ദി ഹെഡ്ലൈൻ്റെ രാഷ്ട്രീയത്തിന്റെ ചില ഉള്ളുകളികൾ എനിക്ക് പോലും പ്രശ്നമുണ്ട്. ഞാൻ എൻ്റെ ഹിന്ദി കൊളീഗ്സ് RSSന്റെ ദൗത്യം മനസ്സിലാക്കാൻ ഉള്ളുകളിയൊന്നും അറിയണം. RSSന്റെ BJPയുടെയും ഇപ്പോഴത്തെ ദൗത്യം മനസ്സിലാക്കാൻ ഡൽഹിയിൽ ഇരുന്ന് ഉള്ളുകളിയൊന്നും സൂക്ഷ്മമായി മൈക്രോസ്കോപ്പിൽ വെക്കണ്ട. അവരുടെ രാഷ്ട്രീയ പദ്ധതി ഇന്ത്യയിലെ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം. ബീഹാറിൽ അവർ നടത്തിയ വഞ്ചനയും നേരത്തെ കൂട്ടി അറിയാമായിരുന്നു. അതിന്റെ ഒടുവിലത്തെ തെളിവാണ് ജനാധിപത്യ ഇന്ത്യ എന്താണ് മുന്നറിയിപ്പ് നൽകിയത്. അത് സംഭവിച്ചിരിക്കുന്നു. അതിനപ്പുറമൊന്നും എവിടെ നിന്ന് നോക്കിയാലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കാണാൻ കഴിയുകയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് അത്തരം തിയറികൾക്ക്, പ്ലെയിൻ ആയിട്ടുള്ള തിയറികൾക്ക് തിയറി അല്ല, വസ്തുതയാണ്. തിയറി അല്ല, വസ്തുതയാണ്. RSS BJP ഭരിക്കുകയാണ് ഇന്ത്യ. ഞാൻ പറയുന്നത് ഇവരെ ഇന്ററാക്ട് ചെയ്യുന്നോണ്ടുള്ള വസ്തുതയാണ്. അങ്ങനെ എന്ത് ഇന്ററാക്ഷൻ എന്തറിഞ്ഞുകൊണ്ട് കാര്യം? അധികാര ഘടന മനസ്സിലാക്കലല്ലേ മാധ്യമ പ്രവർത്തനം. അധികാര ഘടന മനസ്സിലാക്കലാണ്. അതാണ് താങ്കൾ അല്ല, ഞാനിത് ഇവിടെ ഡൽഹി ഇരുന്ന് സംസാരിക്കുകയും അതിന്റെ ഉള്ളുകളികൾ അറിയാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരാളെന്ന് പറയട്ടെ. താങ്ക് യു. അതൊന്ന് ചെയ്തോളൂ. താങ്കൾ തുടർന്നുകൊള്ളൂ. വർഷത്തിന് ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഒരു പുതിയ പരമ്പരാഗത ചിട്ടവട്ടത്തിലുള്ള മാധ്യമ പ്രവർത്തനത്തിന് ഒരു പ്രസക്തിയുമില്ല. അതായത് വ്യക്തികളുടെ ഗോസിപ്പിന്റെ അധികാര രാഷ്ട്രീയം മനസ്സിലാക്കാതെ മാധ്യമ പ്രവർത്തനം നടത്തുന്നതിൽ ഒരു കാര്യവുമില്ല. വെറുതെ ഈ പറയുന്ന പോലെ അധികാര രാഷ്ട്രീയം മാത്രമല്ല, താഴെ തട്ടിൽ എന്ത് നടക്കുന്നു മനസ്സിലാക്കണം. അതുകൊണ്ട് താഴെ തട്ടിൽ നടക്കുന്നത് ഫാസിസത്തിന്റെ തേർവാഴ്ച.
ഫാസിസം അതോറിറ്റീസ് എന്ന് പറഞ്ഞിട്ട് മാത്രം RSS എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് അവരെന്താണ് ചെയ്യുന്നത്, എന്താണ് അവരുടെ പ്രശ്നം നമ്മൾ മനസ്സിലാക്കി. ജനാധിപത്യ ശക്തികൾക്ക് ശക്തി പകരട്ടെ. ജനാധിപത്യ ശക്തികൾക്ക് ഞാൻ ഈ വലിയ ബൊംബാസ്റ്റിക് സൗണ്ടിങ് ഗ്രാൻഡ് സ്റ്റാൻഡിംഗിൽ ബൊംബാസ്റ്റിക് ഒന്നുമല്ല, വ്യക്തമായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള അധികാര രാഷ്ട്രീയത്തെ തിരിച്ചറിയലാണ്, അല്ലാണ്ട് ബൊംബാസ്റ്റ് അല്ല. ഇത് പഴയ പോലെയുള്ള മാധ്യമ പ്രവർത്തനം പറ്റില്ല. പഴയ പോലെ ഈ പൊളിറ്റിക്കൽ ഗ്രാൻഡ് സ്റ്റാൻഡിംഗ് അല്ല ഇന്ത്യയിലെ പ്രാക്ടിക്കൽ പൊളിറ്റിക്സ്. അതുകൊണ്ട് നമ്മൾ ഇറങ്ങിയിട്ട് കാര്യമില്ല. അത് കുറച്ച് മനസ്സിലാക്കി താങ്കളുടെ ആഗ്രഹത്തിന്റെ ജയിക്കാൻ ഞാനും താങ്കളുടെ ഒപ്പമാണ്. പക്ഷെ അത് നമ്മൾ കാണുന്ന രീതിയിൽ വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ. താങ്കളെ പോലെ തന്നെ ഞാനും വ്യത്യാസം ഇതൊരു പ്രശ്നമാണ്. കേരളത്തിൽ നോക്കുമ്പോഴും ഡൽഹിയിൽ നോക്കുമ്പോഴും ശരി. നന്ദി.